നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ മഹേഷ് വടക്കഞ്ചേരിയാണ്. ഞാനിന്നൊരു വളരെ ദയനീയാവസ്ഥ കഴിയുന്ന ഒരു വാപ്പാടെയും ഉമ്മാടെയും ഒരു വീഡിയോസുമായാണ് എൻ്റെ സുഹൃത്തുക്കളെ മുമ്പിലേക്ക് എത്തുന്നത്. കാരണം മക്കളില്ല, വാപ്പായും ഉമ്മായും ഒറ്റ റൂമിലാണ് കഴിയുന്നത്. അമ്മയ്ക്കാണെങ്കിൽ നട്ടല് അസുഖങ്ങളായിട്ട് വളരെ ദയനീയാവസ്ഥയിലാണ്. വാപ്പായ്ക്ക് ആസ്മയുടെ രോഗം മൂലം അതും വളരെ ദയനീയാവസ്ഥയാണ്. മരുന്ന് വാങ്ങിക്കാനും ഭക്ഷണത്തിന് പോലും അവർക്ക് യാതൊരു വഴിയും, വളരെ കഷ്ടം അനുഭവിക്കുക. ഒരു ഭാഗത്ത് മക്കൾ ഉണ്ടായിട്ട് പോലും നോക്കാൻ പറ്റാതെ കിടക്കുന്നവർ, പക്ഷേ മക്കളില്ലാഞ്ഞ് അവർ ഒരു അന്തിക്കൂട്ടിനും ഒരു സഹായത്തിനും പോലും ആരുമില്ലാണ്ട് വളരെ വിഷമിക്കുന്ന ഒരു വാപ്പായും ഉമ്മായുമാണ്. സുഹൃത്തുക്കൾ, ആ വീഡിയോ ഒന്ന് കാണണം. കണ്ടതിന് ശേഷം മാക്സിമം നിങ്ങൾ വാപ്പായും ഉമ്മായും അച്ഛനും അമ്മമാരെ സ്നേഹിക്കുന്ന സഹോദരങ്ങളും സഹോദരികളും മാതാപിതാക്കളും ഒക്കെ ആണെങ്കിൽ ഇവർക്ക് ഒരു ചായയുടെ പൈസ ഈ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്ത് ആ കുടുംബത്തിനെ സഹായിക്കണം. അതുപോലെ സ്നേഹാലയം ചാരിറ്റബിൾ സൊസൈറ്റി ഞങ്ങളും അവർക്കൊപ്പം ഞങ്ങളിൽ നിന്ന് സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോയിലേക്ക് ഞാൻ കിടക്കുകയാണ്. നമ്മുടെ പേരെന്താ? ഫാത്തിമ ബീബി. പാപ്പയുടെ പേര് കാസിം. ഉമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? 66 വയസ്സുണ്ട്. പാപ്പയ്ക്കോ? 73 വയസ്സുണ്ട് അല്ലേ? എന്താണ് അസുഖം? അസുഖം തന്നെ, ഇടുപ്പ് വേദന, കാല് പറ്റില്ല, നടക്കാൻ പറ്റുന്നില്ല സാറേ, എവിടെയും പോകാനും പറ്റുന്നില്ല, മൂത്രം ഒഴിക്കാൻ നടക്കാൻ പോകാൻ പറ്റുന്നില്ല. ആരോട് സങ്കടം പറയുന്ന ആരുണ്ട് സങ്കടം പറയാൻ? ഇങ്ങനെ കഴിയില്ല, ആരുമില്ലാത്തൊരു ജീവിതം. ബന്ധുക്കൾ ആരും ആരും പറ്റില്ല, ആരും നോക്കൂല. മക്കളൊന്നും ഇല്ല അല്ലേ? കല്യാണം കഴിച്ചിട്ട് മക്കളൊന്നും ഇല്ല. 75 കല്യാണം അല്ലേ? ഇപ്പം ഭക്ഷണത്തിനും മരുന്നിനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആരും തരാനും ഇല്ല. പെൻഷൻ കിട്ടുന്നതുകൊണ്ട് ഇങ്ങനെ കഴിയാണ്. ഒരു മാസം നല്ല മരുന്നിനൊക്കെ ചെലവുണ്ട്. അതൊക്കെ പോയിട്ട് വരണമെങ്കിൽ പൈസ എത്രയാവും? ഞാൻ ആഴ്ചയിൽ രൂപയാവും. ബസ്സിൽ കയറാൻ വയ്യാത്ത കാരണം ഈ ആശയിൽ അങ്ങനെ ഓട്ടോ 400 പോകണം. എന്താ അസുഖം? എനിക്ക് ശ്വാസം മുട്ടലും നെഞ്ചു വേദന. നമ്മാരാശുപത്രി പോകും, അവര് വരെ കുറച്ച് ഗുളിക വാരി തരും, അതിങ്ങനെ വിഴുങ്ങും. അത് ഗ്യാസ് ഉണ്ടാവും, ഗ്യാസിന് പിന്നെ പോയി വാങ്ങും. ആവി മരുന്ന് അവർ തരും, ചിലത് വാങ്ങാൻ പറയും. അത് 28 രൂപയാണ് ഒരു മരുന്നിന്. 2 ദിവസത്തിന് 24 മണിക്കൂർ നിൽക്കും. അല്ല, അവിടെ ഉള്ള മരുന്ന് എനിക്ക് മതിയാകില്ല എന്നാ പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ആക്സിഡന്റ് കഴിഞ്ഞ് തൃശ്ശൂർ മെഡിക്കലിലൊക്കെ കിടന്നു. ആദവും വണ്ടി കേസ് കൊടുത്ത് ഈ പൊള്ളക്കോട്ടിലെ ഈ കമ്പി വന്നിങ്ങനെ അടിച്ചിട്ട് സംസാരിക്കാനേ പറ്റാണ്ടായി. നമ്മാറേന്ന് അന്ന് ഇവിടേക്കും വരാൻ സൈക്കിൾ ദിവസങ്ങളോളം സംസാരിക്കാൻ പറ്റാണ്ട് കിടന്നു. 18 ദിവസം ശേഷമാണ് സംസാരശേഷി കിട്ടിയത്. കുറച്ചായി അവര് ഇവിടുന്ന് അഞ്ചലിനെ അവർക്ക് കൊണ്ടുപോയി. ഇതവിടൊക്കെ ഓട്ടയാക്കി ഇതൊക്കെ ഇട്ട് ആരുണ്ട് അവിടെ റൂമിലാണ് കഴിയുന്നത് അല്ലേ? എന്താപ്പം കാണുന്ന നമ്മളെ പോലുള്ള സ്നേഹിക്കുന്ന ആരും സ്നേഹിക്കുന്നില്ല സാറേ. നാട്ടില് നമ്മളെ സ്നേഹിക്കുന്ന അങ്ങനെ അവര് അവർ കൈവിടാണ്ട് നോക്കും. എന്തെങ്കിലുമൊക്കെ ചികിത്സയ്ക്കുള്ള സഹായങ്ങളൊക്കെ ചെയ്ത് ട്രസ്റ്റിന്റെ ഇതെല്ലാം വെച്ചിട്ട് ഞങ്ങള് എന്തെങ്കിലും നിങ്ങൾക്ക് ഫണ്ടുകൾ വെച്ച് നിങ്ങൾക്ക് സഹായിക്കാം കേട്ടോ. സങ്കടമൊന്നുമില്ല. സങ്കടം കൂട്ടം കൂടിയ സങ്കടം വന്നു. ആരോട് പോയി വർത്തമാനം പറയാൻ പോണാലും നടക്കാൻ പറ്റാണ്ടിരിക്കുന്ന അവിടെ ഞാൻ ചീത്ത പറയുകയാണ്. ആളെയും കണക്കാക്കിട്ട് ഞാനും ഇരിക്കുന്നത്. ആരും ഇല്ല. വിദ്യാഭ്യാസവും ഇല്ല. എന്താണ് ഏതാണ് പറയാൻ? ഒന്ന് പറയാൻ ആരെയും ഒരു വാക്ക് പറയാനും കൂടി ഇല്ലാത്ത നമുക്ക് നോക്കാം.
കണ്ടില്ലേ സുഹൃത്തുക്കളെ ആ വീഡിയോ? ആരോട് സങ്കടം പറയാനാണ്, ആരോട് വിഷമം പറയാൻ? നമ്മളൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ലോകത്തിനെ കാത്തു സൂക്ഷിക്കുന്ന ഈ നാട്ടിനെ ഇത്തരത്തിലുള്ള ഇന്നല്ല നാളേക്ക് മരണം പ്രതീക്ഷിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള രോഗബാധിതരായ ഈ വാപ്പായും ഉമ്മായും ഇങ്ങനെയുള്ളവരെ നമ്മളൊക്കെ സഹായിക്കേണ്ട ആരെ സഹായിക്കുക? തീർച്ചയായിട്ടും നമ്മളെല്ലാവരും നമ്മുടെ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യണം, അവരെ സഹായിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ സഹായിക്കുമെന്നുള്ള ഏക പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു. ക്യാമറമാൻ സുമാറിനൊപ്പം നന്ദി, നമസ്കാരം.